ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടിയെ ഗിയർ വീലൊക്കെ സ്ലിപ്പിംഗ് ആയിട്ട് എൻജിൻ ഭാഗം, അതായത് മൂന്നാമത്തെ ഗിയർ വീലൊക്കെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്ലിപ്പിംഗ് കാണിച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻജിൻ അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കംപ്ലൈൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് കംപ്ലൈൻറ്റ് കാണിച്ചേക്കണത് ഈ തേർഡ് ഗിയറിൻ്റെ ഈ വീലും ഇത് ഗിയറിൻ്റെ ഇവിടെയാണ് അതിൻ്റെ തേമാനം വന്ന് പോയേക്കണം. ഈ കറക്റ്റ് ആ ഹോൾ വന്ന ഭാഗമുണ്ട്, അത് ഇവിടെ നിന്ന് തേമാനം വന്ന് പോയേക്കാം. ഇത് തേമാനം വരാമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനോട് കണക്ട് ചെയ്ത് വന്ന ഈ വീലിനും തേമാനമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അത് അതിനകത്ത് നിന്ന് വിട്ടു പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഇതും ഈ തേർഡ് ഗിയറും അതിൻ്റെ സപ്പോർട്ടിങ് വീല് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ മെയിൻ ഷാഫ്റ്റിൻ്റെ മാറേണ്ടി വരും. പിന്നെ ഇതിനോട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഈ വീല് അത് സെക്കൻഡ് ഗിയറിൻ്റെ വീലാണ്. ആ ഗിയർ വീലും നമുക്ക് മാറ്റിയിടേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ലെഗിനും തേമാനം വന്നിട്ടുണ്ട്. അത് വന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ലോഡാവണേ. അതും തേമാനം വന്ന് പോയേക്കാം. അപ്പോൾ സെക്കൻഡിൻ്റെയും തേർഡിൻ്റെയും ഗിയർ വീലുകൾ മാറ്റിയാലാണ് നമുക്ക് ഈ കംപ്ലയിൻറ്റ് ഗിയർ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് മാറുള്ളൂ. പിന്നെ ന്യൂട്രലിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരുന്ന പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ട് ഈ പ്ലേറ്റ് അതിനകത്തുനിന്ന് കട്ടായി പോയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആ പ്ലേറ്റ് മാറ്റിയിട്ട് കഴിഞ്ഞ് റെഡി ആയിക്കോളും. പിന്നെ നമുക്കത് സിലിണ്ടർ ഈ എഞ്ചിൻ്റെ ഭാഗമൊക്കെ അഴിക്കുമ്പോഴുള്ള പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഇതൊക്കെ നോക്കുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ആ പിസ്റ്റം വർക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നുണ്ട്, നല്ല സ്ക്രാച്ചറാണ്. അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ ഈ കണ്ടീഷനിൽ കയറ്റാമെന്ന് വെച്ചാൽ വണ്ടി പുകയും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എഞ്ചിൻ വർക്കായിട്ടാണ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാങ്കിൻ്റെയും കണക്ടറോടും ഒക്കെ ചെറിയൊരു പ്ലേ ഉണ്ട് ഓൾറെഡി. പക്ഷേ ഇപ്പോൾ നമുക്ക് അഴിക്കുമ്പോൾ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും നമ്മളിനി അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇരുന്നിരുന്ന അലൈൻമെൻറ്റിൽ നിന്നാണ് മൊത്തം മാറിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ചെയ്തു പോകണമായിരിക്കും ഏറ്റവും സേഫ്. അതല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്തു പിന്നെ പുകയുടെ പ്രശ്നം കാണിച്ചാൽ അപ്പോൾ സിലിണ്ടർ അഴിക്കാൻ നിൽക്കേണ്ടി വരും. റാങ്കിൻ്റെ ബെയറിംഗ് സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചാൽ പിന്നെ അത് റെഡിയാക്കാൻ കഴിക്കണം. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓരോന്ന് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അഴിക്കുമ്പോൾ ഒറ്റ ചിലവിൽ അങ്ങോട്ട് ചെയ്തു പോകണമാണ് ഏറ്റവും ബെറ്റർ. ഈ ഗിയർ വീലുകളുടെ ഈ ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിങ്ങുകൾ അടക്കം മാറ്റി റീസെറ്റ് ചെയ്യണതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. മറ്റേ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് അയച്ചിടാം, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഫോണിൽ വിളിക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട്. എന്തായാലും താമസം വരും, തിരക്ക് പിടിക്കരുത്. കാരണം ഈ ഗിയർ വീല് നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസമുണ്ട്. കാരണം എല്ലാ വീലുകളും അവൈലബിൾ ആയിരിക്കില്ല. നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ അയച്ചേക്കാം, അത് പ്രകാരം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ.